ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പറമ്പാണ്. പറമ്പ് എന്ന് പറഞ്ഞത് കാട് പോലെയാണ്. അങ്ങനെ അധികം ആരും വരാത്തൊരു സ്ഥലം. ഇവിടെ കുറേ മരങ്ങളും ചെടികളും, എന്താ പറയുക, കാടിൻ്റെ ഒരു ഫീല് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വലിയ ഫീലല്ല ഞാൻ പറയണത്, ചെറുതായിട്ട്. പകല് മുഴുവനും ഇതേപോലെ ചീവീടിൻ്റെ സൗണ്ടാണ് ഉണ്ടാവുക. ഞാൻ ഇന്നാളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കരിമ്പനത്തേങ്ങയും അത് കഴിക്കണത് കണ്ടില്ലേ? ആ കരിമ്പനത്തേങ്ങ വെട്ടുന്നത് ഈ പറമ്പിലുള്ള കരിമ്പനയുടെ മുകളിൽ നിന്നാണ്. ഈ പറമ്പിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ നമുക്ക് കാടിൻ്റെ ഒരു ഫീല് കിട്ടും. എന്താ പറയുക, ഒരു ഭീകരത എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനം. അധികം ചീവീടിൻ്റെ സൗണ്ടാണ്. ആ ചീവീടിൻ്റെ സൗണ്ടാണല്ലോ നമുക്കൊരു എന്താ പറയുക, ഒരു പേടിപ്പെടുത്തുന്നൊരു ഒരു ഒരു ഫീല് തരണത്. ഏതു നേരം ചീവീടിൻ്റെ ഈ ശബ്ദമാണ് ഉണ്ടാവുക. പക്ഷെ എവിടെ നിന്നാണ്, എവിടെ ഇരിക്കണമെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നല്ല അടിപൊളി ആംബിയൻസ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, നല്ല കൊതുക, ചെറിയ ചെറിയ കൊതുക്. ഒരു മണിക്കൂർ നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ചോര മുഴുവൻ ഊറ്റി കുടിക്കും. അമ്മാതിരി കൊതുകുകളാണ് ഇവിടെ ഉള്ളത്. കൊതുകില്ലെങ്കിൽ സൂപ്പറാണ്. ഏത് വെയിലത്ത് വന്നാലും നല്ല തണലാണ് ഇവിടെ. അടിപൊളി സ്ഥലം. പോയി വന്നപ്പോഴേക്കും നമ്മളെ കാത്തിട്ട് റൂബി ഇവിടെ ഉണ്ടായിരുന്നു. റൂബിയുടെ ചെവിയിൽ നിന്ന് ഉറുമ്പ് പോയിട്ടുണ്ട്. അതാണ് ചെവി ഇട്ടതിനെ കുറയുന്നത്. ഉള്ള ചെവി ഉറുമ്പുകൾക്ക് എപ്പോഴും കയറാനുള്ളൊരു വീടാണ്
ഏത് നേരത്തെ ഉറുമ്പുണ്ടാവും ചെവിയിൽ. എന്നിട്ട് ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് നടക്കും. പാവം. അതാ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ പോലും കുട്ടിക്ക് സൗകര്യമില്ല. നമ്മുടെ നടത്താൻ കഴിഞ്ഞെത്തിയപ്പോഴേക്കും അമ്മ കുറച്ച് പച്ചക്കറി വാങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉരുളൻകിഴങ്ങ്, കരിവേപ്പിൻ്റെ ഇല, മല്ലിയുടെ ഇല, മുരിങ്ങക്കായ, അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഇപ്പോൾ കുറച്ച് ദിവസം ഇതുകൊണ്ടുള്ള പരിപാടികളായിരിക്കും വീട്ടിൽ. അപ്പോൾ നമ്മളുടെ ചെറിയ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു കമൻറ്റ്, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.